ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ: 1. കത്തിയെരിയുന്ന വിമാനത്തിൽ നിന്ന് വിശ്വാസ് കുമാറിന്റെ അവിശ്വസനീയമായ രക്ഷപ്പെടൽ. 2. പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ലാപ്പ് ലിവർ മാറി വലിച്ചതുകൊണ്ടാകാം അപകടം സംഭവിച്ചത് എന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനം. 3. വിമാനം തകർന്നു വീണ സ്ഥലത്തു നിന്ന് ലഭിച്ച 100 പവൻ സ്വർണ്ണാഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതുവരെ തിരിച്ചറിയാനാകാതെ രഞ്ജിതയുടെ മൃതദേഹം. 4. 11A സീറ്റിലായിരുന്നത് കൊണ്ട് മാത്രം മറ്റൊരു വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജെയിംസ് റുവാൻസാക് ലോയ് ചുസാക് എന്ന നടന്റെ അനുഭവം. ഈ 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് 241 പേർ മരിച്ച സംഭവം രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയതാണ്. 242 പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ്. യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ പുറത്തേക്ക് വരുന്ന പുതിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. വിമാനം വീണ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നുവരുന്ന വിശ്വാസിന് പിന്നിൽ ആളിക്കത്തുന്ന തീയും കറുത്ത പുകയും കാണാം. കയ്യിൽ മൊബൈൽ ഫോണുമായി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസ് രമേശിനെ കണ്ട് ആളുകൾ ഓടിക്കൂടുകയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പുതിയ ദൃശ്യങ്ങളിലുള്ളത്. വിശ്വാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് രമേശ് ഇപ്പോൾ. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശും സഹോദരനായ അജയ് കുമാർ രമേശും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തുന്നത്. തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം. വിശ്വാസ് എമർജൻസി വാതിൽ തുറന്നതുകൊണ്ടാണ് വിമാനത്തിന് അപകടം സംഭവിച്ചത് എന്നുവരെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വലിയ അപകടമൊന്നുമില്ലാതെ വിശ്വാസിന് മാത്രം എങ്ങനെ രക്ഷപ്പെടാനായി? വിമാനം ഇടിച്ച് തീ പടരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് രക്ഷപ്പെടൽ അസാധ്യമാണ്. ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച. എന്നാൽ 1998 തായ്ലൻഡിലെ സൂറത്തായിനിൽ നടന്ന വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട തായ് നടനും ഗായകനുമായ ജെയിംസ് റുവാൻസാക് ലോയ് ചുസാക്കിന്റെ അനുഭവവും വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനങ്ങളും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയുന്നതാണ്. വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നത് 12 ഡിഗ്രിയിൽ പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വരുന്നത്. പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ലാപ്പ് ലിവർ മാറി വലിച്ചതുമാകാം അപകട കാരണം. ശക്തി കുറഞ്ഞതോടെ വിമാനം നിലത്തേക്ക് പതിച്ചു. ഗിയർ ലിവർ വലിച്ചിട്ടും വിമാനം ഉയർന്നു പൊങ്ങാത്തത് പൈലറ്റിന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കാം. 1500 അടി ഉയരത്തിലെങ്കിലും ആയിരുന്നുവെങ്കിൽ വീണ്ടും പറന്നുയരാൻ കഴിയുമായിരുന്നുവെന്നാണ് സ്റ്റീവ് വീഡിയോ സഹിതം വ്യക്തമാക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് 1998 തായ്ലൻഡിലെ സൂറത്തായിനിൽ നടന്ന വിമാന ദുരന്തത്തിൽ നിന്ന് നടനായ ജെയിംസ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. 1998 ഡിസംബർ 11 തായ് എയർവേസിന്റെ TG261 വിമാനത്തിൽ സഞ്ചരിക്കവെയായിരുന്നു അപകടം. ജെയിംസ് റുവാൻസാക് ലോയ് ചുസാക് 11A സീറ്റിലായിരുന്നു ഇരുന്നത്. ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം തെക്കൻ തായ്ലൻഡിലെ സൂറത്താനിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 146 പേരിൽ 101 പേരും അപകടത്തിൽ മരിച്ചു. 45 പേർ രക്ഷപ്പെട്ട അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഗായകനും നടനുമായ ജെയിംസ് റുവാൻസാക് ലോയ് ചുസാക് ഇന്നും കഴിയുന്നത്. അതിനിടെയാണ് വിശ്വാസ് കുമാർ രമേശിന്റെ അതിജീവന വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ഈ താരം 11A സീറ്റിനെ കുറിച്ചുള്ള വിവരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തായ് എയർവേസിന്റെ എയർബസ് B310 ആയിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം ബോയിങ് 787-8 ഡ്രീം ലൈനർ മോഡലാണ്. വിമാനത്തിന്റെ രൂപകൽപ്പന, ലേഔട്ട്, സീറ്റ് പൊസിഷൻ എന്നിവയും ഇരു വിമാനങ്ങളിലും വ്യത്യസ്തമാണ്. അതേസമയം അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം ബോയിങ് 787-8 ഡ്രീം ലെയർ വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തായിട്ടായിരുന്നു
11A സീറ്റ്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് വിശ്വാസ് രക്ഷപ്പെട്ടത് എന്നും വിദഗ്ധർ പറയുന്നു. വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും മുമ്പുള്ള സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു വിശ്വാസ് കുമാറിനെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിധത്തിൽ തിരികെ എത്തിച്ചത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപകടമുണ്ടായത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതം ആയതിനാലാണ് എന്നാണ് ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നത്. റാം എയർ ടർബൈൻ അഥവാ റാറ്റ് വിമാനത്തിന് പുറത്തേക്ക് വന്നത് ഇതാണ് തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹം യൂട്യൂബ് വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് വിമാനത്തിന്റെ അടിയിൽ നിന്ന് റാറ്റ് തനിയെ പുറത്തു വരുന്നത്. റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ജനറേറ്ററും ആക്സിലറി പവർ യൂണിറ്റ് അഥവാ APUവും ബാറ്ററികളും തകരാറിലാകണം. വൈദ്യുതി നിലയ്ക്കാൻ എഞ്ചിൻ കംപ്ലൈന്റ് ആകണമെന്നില്ല. എഞ്ചിനുകളെ ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ തകരാറുണ്ടായാലും മതി. വിമാന ദുരന്തത്തിന് 3 കാര്യങ്ങളാണ് സ്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നത്. വൈദ്യുതി നഷ്ടപ്പെടൽ, ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായി ക്രമീകരിക്കാത്തത്, ടേക്ക് ഓഫ് സമയത്ത് ഗിയറിനു പകരം ഫ്ലാപ്പ് ലിവർ തെറ്റായി ഉയർത്തിയത്. ഇതിൽ ആദ്യത്തേതിനാണ് സ്റ്റീവ് പ്രാധാന്യം നൽകുന്നത്. വിമാനത്തിന്റെ ചിറകിന്റെ പുറകിലായി വലതുവശത്താണ് റാറ്റ്. അപകട സൂചന ലഭിച്ചാൽ വിമാനത്തിന് ഇലക്ട്രിക്കൽ, ഹൈഡ്രോളിക് പവർ നൽകുന്നത് റാറ്റാണ്. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാകുകയും ചെറു ജനറേറ്ററും ബാറ്ററി യൂണിറ്റും പ്രവർത്തനരഹിതമാകുകയും ചെയ്താൽ റാറ്റ് തനിയെ പ്രവർത്തിക്കും. ഒരു പവറും ഇല്ലാത്തപ്പോൾ ഓണാകുന്ന സംവിധാനമാണ് റാം എയർ ടർബൈൻ അഥവാ റാറ്റ്. സാധാരണ നിലയിൽ ടേക്ക് ഓഫ് സമയത്ത് റാറ്റ് പുറത്തേക്ക് വരാറില്ല. വൈദ്യുതി സംവിധാനങ്ങളെല്ലാം നിലയ്ക്കുമ്പോൾ റാറ്റ് തനിയെ പുറത്തു വരും. കാറ്റിൽ കറങ്ങിയാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും. റാറ്റ് പ്രവർത്തിക്കാതെയാകണമെങ്കിൽ ജനറേറ്ററും APUവും ബാറ്ററികളും പ്രവർത്തിക്കാതെയാകണം. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വൈദ്യുതി മാത്രമേ റാറ്റിന് നൽകാനാകൂ. മറ്റു വിമാനങ്ങളിലേതുപോലെ പൈലറ്റുമാർ വിചാരിച്ചാൽ ഡ്രീം ലൈനർ വിമാനത്തിലെ റാറ്റ് സംവിധാനം ഓണാക്കാൻ കഴിയില്ല. അപകടഘട്ടത്തിൽ തനിയെ ഓണാകുകയാണ് ചെയ്യുക. വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലായി എന്നാണ് റാറ്റ് പുറത്തേക്ക് വന്നാലുള്ള അർത്ഥം. റാറ്റ് പ്രവർത്തിച്ചാലും വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. റാറ്റ് പുറത്തേക്ക് വന്നതിന് ഉദാഹരണമായി സ്റ്റീവ് പറയുന്നത്, റാറ്റ് പുറത്തേക്ക് വന്നതായി വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന അവ്യക്തമായ ദൃശ്യങ്ങളിൽ കാണാം. റാറ്റ് പുറത്തേക്ക് വന്നാൽ വലിയ ശബ്ദമുണ്ടാകും. ജപ്പാൻ വിമാനം അടിയന്തരമായി ഇറക്കിയപ്പോഴുള്ള ശബ്ദം സ്റ്റീവ് വീഡിയോയിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എയർ ഇന്ത്യ വിമാനം നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് വലിയ ശബ്ദം കേട്ടതായും ലൈറ്റുകൾ മിന്നി കത്തിയതായും രക്ഷപ്പെട്ട വിശ്വാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. റാറ്റ് പുറത്തു വന്നാലാണ് അങ്ങനെ സംഭവിക്കുക. മെയ്ഡേ അപായ സന്ദേശം ക്യാപ്റ്റൻ നൽകിയതായി പറയുന്നുണ്ട്. പറന്നുയരാൻ കഴിയുന്നില്ല എന്നാണ് അതിലുള്ളത്. വൈദ്യുതി സംവിധാനങ്ങൾ തകരാറിലായതോടെ 2 എഞ്ചിനുകളും പ്രവർത്തിക്കാതെ ആയതാകാം കാരണം. വിമാനത്തിന്റെ ചിറകിലെ ഫ്ലാപ്പുകൾ നേരത്തെ ഇരിക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത്. പറന്നുയരുമ്പോൾ ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വെക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് ഉയരാൻ ഊർജം കിട്ടാനാണ്. ഊർജമില്ലെങ്കിൽ ഉയർന്നു പൊങ്ങാൻ കഴിയില്ല. 2 ചെക്ക് ലിസ്റ്റുകൾ വിമാനത്തിലുണ്ട്. ഇലക്ട്രോണിക് ചെക്ക് ലിസ്റ്റുമുണ്ട്. അതിനാൽ ഫ്ലാപ്പുകൾ ശരിയായി വയ്ക്കാതെ പറക്കാനാകില്ല. പൈലറ്റ് മാനുവലി ഇങ്ങനെ ചെയ്താൽ ചുവന്ന മുന്നറിയിപ്പ് ലൈറ്റുകൾ ശബ്ദത്തോടെ തുടർച്ചയായി കത്തും. 12 ഡിഗ്രിയിൽ പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വീണത്. പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ലാപ്പ് ലിവർ മാറി വലിച്ചതുമാകാം അപകട കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വിമാനം തകർന്നു വീണ സ്ഥലത്തു നിന്ന് ലഭിച്ച സാധനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ പോലീസിന് കൈമാറി. കത്തിനശിച്ച സ്ഥലത്തു നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് 800 ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ, 80,000 രൂപ, പാസ്പോർട്ടുകൾ, ഒരു ഭഗവത്ഗീത എന്നിവയാണ് കണ്ടെടുത്തത്. അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ 56-കാരനായ രാജു പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം കണ്ടെടുക്കുന്നത്. കണ്ടെടുത്ത എല്ലാ സ്വകാര്യ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘവി വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാന ദുരന്തത്തിൽ 131 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 124 പേരുടെ കുടുംബത്തെയും വിവരം അറിയിച്ചു. ഇതുവരെ 83 മൃതദേഹങ്ങൾ വിട്ടുനൽകിയെന്നും ബാക്കിയുള്ളവ ഉടൻ വിട്ടുനൽകുമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതിയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. DNA സാമ്പിളുകൾ പരിശോധിച്ച് ഇന്ന് വൈകിട്ടോടെ തിരിച്ചറിയാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ
അപകട കാരണം അന്വേഷിച്ചുള്ള വിവിധ ഏജൻസികളുടെ പരിശോധനയും തുടരുകയാണ്.